ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് പോകുന്നത് ചാവക്കാടുള്ള നാലുമണിക്കാറ്റ് എന്ന സ്ഥലത്തേക്കാണ്. നാലുമണിക്കാറ്റിലോട്ട് കുറേ ആയി വിചാരിക്കുന്നു പോവാൻ, ഇതുവരെ പറ്റിയിട്ടില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. ഇവിടെ തെങ്ങും പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എത്താറാകുമ്പോൾ തന്നെ നമ്മുടെ ചാവക്കാട് കടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിൽ കൂടിയിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ നടക്കുകയാണ്. നാലുമണിക്കാറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് നേരെ നടക്കുമ്പോൾ അവിടെ കയാക്കിങ് ഉണ്ട്. അവിടെ ഇതുപോലെ നല്ല രസമുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല വൈബാണ് കേട്ടോ. വൈകിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ അവിടെ വരേണ്ടത്. നല്ല രസമുണ്ട് കാണാൻ. അത് വന്ന് തന്നെ കാണണം, പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രത്യേക രസമാണ് കേട്ടോ. ഇത് അപ്പിയും പൊന്നൂസും നടന്നു പോകുന്നുണ്ട്. ഇവർ പോകുന്നത് ഇപ്പോൾ കയാക്കിങ്ങിൻ്റെ ആ സെക്ഷനിലോട്ടാണ്. ഇവിടെ കയാക്കിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല. നമ്മൾ നാലുമണിക്കാറ്റിൻ്റെ സൈഡിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. കണ്ടോ എന്ത് രസമാണെന്നറിയോ കാണാൻ. രാത്രിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റായിരിക്കും കേട്ടോ. മസ്റ്റായിട്ടും വരേണ്ട സ്ഥലം തന്നെയാണ്. ഇത് നമ്മൾ കുട്ടനാടൊക്കെ പോകുമ്പോൾ, കുട്ടനാടിൻ്റെ പോലെ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു ഇത് പോലെയൊക്കെ തോന്നും ആ ഒരു ഭാഗം മാത്രം കാണുമ്പോൾ. ഇതാണ് നാലുമണിക്കാറ്റിൻ്റെ കറക്റ്റ് സ്പോട്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം പൊന്നൂസത വരുന്നുണ്ട്. നമ്മളിത് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് പോവുകയാണ്. ഇതാണ് ശരിക്കും നാലുമണിക്കാറ്റിൻ്റെ സ്പോട്ട്. ഇനി നമ്മൾ അകത്തോട്ട് പോവുകയാണ് കേട്ടോ. ടിക്കറ്റിനൊക്കെ അഫോർഡബിൾ പ്രൈസാണ്. വളരെ പൈസ കുറവാണ് കേട്ടോ. ഏതൊരാൾക്കും വന്നിട്ട് നമുക്ക് വന്നിരുന്ന് കാണാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. പൊന്നൂസും അപ്പം ഇതാ കയറി പോകുന്നുണ്ട്. പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് കയറുന്നത്. രണ്ട് സൈഡിലും വെള്ളമാണ്. അതെ, അവർ കയറിപ്പോകുന്നുണ്ട്. ഏത് സൈഡിലോട്ടാണ് പോകേണ്ടതെന്നൊക്കെ നോക്കുകയാണ്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പാർക്ക് ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊന്നൂസ് എങ്ങോട്ട് പോകേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോകാമെന്നേ പറയുള്ളൂ കേട്ടോ. കണ്ടോ എന്ത് രസമാണ് കാണാൻ. കുറേ ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ. കണ്ടോ നോക്കൂ എന്ത് ഭംഗിയാണ് കാണാൻ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഭാഗം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു ഫിലിം കുമ്പളങ്ങി നൈറ്റ്സാണ്. അത് കണ്ടിട്ടുള്ള ചിലർക്കെങ്കിലും അത് മനസ്സിലാവും. ആ ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക്. ആ പാട്ടും കാര്യങ്ങളൊക്കെ അവർ അവിടെ വെച്ചപ്പോൾ ആ ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു ഫ്രീ റിലാക്സിങ് ഒരു മൈൻഡാണ് അവിടെ വന്നു കഴിഞ്ഞാൽ. ഇനി നമ്മൾ പൊന്നൂസിൻ്റെ പാർക്കിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവളുടെ കളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് താറാവാണോ അരയന്ന എന്താണെന്നറിയില്ല. അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട് അതിനെ. താറാവാൻ തോന്നുന്നു കേട്ടോ. അപ്പൊ പറയുമ്പോ ഓക്കെ.
Come on. ഇവിടെ ഇവിടെ അപ്പൊ ഇവിടെ 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 അങ്ങനെ നോക്കല്ലേ, വീഴും വീഴും വീഴും. പാർക്കിലെ കളികളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വഞ്ചിയിലൂടെ ഒരു യാത്ര നടത്തുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.